നമസ്കാരം. ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും പയറ്റിത്തെളിഞ്ഞാണ് എം.എ. ബേബി എന്ന നേതാവ് CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ അധികമാരുടെയും പക്ഷം പിടിക്കാത്ത നേതാവാണ് അദ്ദേഹം. VS അച്യുതാനന്ദനോട് എന്നതുപോലെ പിണറായി വിജയനോടും ഒരുപോലെ ബന്ധം പുലർത്തിയിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്തെല്ലാം ദേശീയതലത്തിൽ പ്രവർത്തിച്ച ബേബിയെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് നയിച്ചത് VS അച്യുതാനന്ദനായിരുന്നു. VS മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായി പ്രവർത്തിച്ച അദ്ദേഹം പിന്നീട് അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിയില്ല. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ നേരത്തെ എത്തിയെങ്കിലും സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് എത്താൻ എം.എ. ബേബിക്ക് സാധിച്ചിരുന്നില്ല. അതിന് തടസ്സമായിരുന്നത് പാർട്ടിയിലെ കണ്ണൂർ ലോബിയുടെ സാന്നിധ്യമായിരുന്നു. പാർട്ടിയിലെ കണ്ണൂർ ലോബിക്ക് അനഭിമതനായിരുന്നു ബേബി. എന്നാൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബേബി എത്തുന്നത് കേരള ഘടകത്തിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ അനാരോഗ്യകാലത്ത് സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് ജൂനിയറായിരുന്ന MV ഗോവിന്ദനെ പരിഗണിച്ചപ്പോൾ പോലും ബേബിയെ സംസ്ഥാന നേതൃത്വം പരിഗണിച്ചില്ല. LDF കൺവീനറായിരുന്ന വിജയരാഘവന് ആക്ടിംഗ് സെക്രട്ടറിയുടെ അധിക ചുമതല നൽകിയപ്പോഴും ബേബിയുടെ പേര് പാർട്ടി പരിഗണിച്ചില്ല. അങ്ങനെ സംസ്ഥാന സെക്രട്ടറിയാകാൻ കഴിയാതെ പോയ ബേബിയാണ് ഇപ്പോൾ CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാകുന്നത്. പാർട്ടിയിൽ പിണറായി വിജയനും എത്തിപ്പിടിക്കാൻ കഴിയാത്ത പദവിയിലാണ് എം.എ. ബേബി എത്തിയിരിക്കുന്നത്. CPM കേരള ഘടകത്തിലും പിണറായി വിജയനും താല്പര്യം വൃന്ദ കാരാട്ടിനെ ജനറൽ സെക്രട്ടറി ആക്കുന്നതിനോടായിരുന്നു. എന്നാൽ പാർട്ടി പ്രായപരിധിയുടെ കാര്യം ചൂണ്ടിക്കാട്ടി ബംഗാൾ ഘടകം ഇതിനെ എതിർത്തതോടെയാണ് ബേബിക്ക് നറുക്ക് വീഴുന്നത്. മധുരയിൽ കേരള ഘടകം പിന്തുണച്ചില്ലെങ്കിലും ബേബിയെ തലപ്പത്തേക്ക് എത്തിക്കാനുള്ള നീക്കം ദേശീയ നേതൃത്വം തുടങ്ങിയിരുന്നു. യെച്ചൂരിയുടെ മരണത്തിനും സമ്മേളനത്തിനും ഇടയിലുള്ള ഇടവേളയിൽ ഇത് സംബന്ധിച്ച അനൌദ്യോഗിക ചർച്ചകളും നടന്നു. പിന്തുണച്ചില്ലെങ്കിലും ബദൽ നീക്കം കേരള ഘടകം പ്രതീക്ഷിച്ചിരുന്നു. മധുരയിൽ പാർട്ടി കോൺഗ്രസ് തുടങ്ങി രണ്ടാം ദിവസം രാത്രിയാണ് ബേബിയെ പിന്തുണയ്ക്കാൻ കേരള ഘടകം തീരുമാനിച്ചത്. പ്രകാശ് കാരാട്ടിന്റെയും വൃന്ദ കാരാട്ടിന്റെയും ഇടപെടൽ നിർണായകമായി. യെച്ചൂരി അന്തരിച്ചതിനു ശേഷം ജനറൽ സെക്രട്ടറി ആരാകും എന്നതിൽ പോളിറ്റ് ബ്യൂറോയിൽ ഉടലെടുത്ത ഭിന്നത പാർട്ടി കോൺഗ്രസിന്റെ സമാപനം വരെ തുടർന്ന ശേഷമാണ് എം.എ. ബേബിക്ക് നറുക്ക് വീണത്. അശോക് ദവ്ലയെ മുൻനിർത്തി ബംഗാൾ ഘടകവും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും നടത്തിയ നീക്കം ചെറുക്കാനാണ് ബേബിയെ മുന്നിൽ നിർത്തിയുള്ള ചർച്ചകൾ PBയിലെ പ്രബല വിഭാഗം നേരത്തെ തുടങ്ങിയത്. സീതാറാം യെച്ചൂരി അന്തരിച്ച ശേഷം വൃന്ദ കാരാട്ടിന്റെ പേരാണ് കേരള ഘടകം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർത്തിയത്. എന്നാൽ വ്യാപകമായ എതിർപ്പാണ് ഇക്കാര്യത്തിൽ പാർട്ടിയിൽ ഉയർന്നത്. ഈ സാഹചര്യത്തിലാണ് ജനറൽ സെക്രട്ടറി തൽക്കാലം വേണ്ടെന്നും PB കോർഡിനേറ്ററായി പ്രകാശ് കാരാട്ട് പ്രവർത്തിക്കട്ടെ എന്നും നിർദ്ദേശം വന്നത്. അന്നു മുതൽ സീതാറാം യെച്ചൂരിയോട് ചേർന്ന് നിന്നിരുന്ന കർഷക സമരങ്ങളുടെ നായകനായ അശോക് ദാവ്ലയുടെ പേര് തന്നെയാണ് ബംഗാൾ നേതാക്കളുടെ മനസ്സിലുണ്ടായിരുന്നത്. കേന്ദ്ര കമ്മിറ്റിയിലെ പൊതുവികാരവും ദാവ്ലയ്ക്ക് അനുകൂലമായിരുന്നു. എന്നാൽ പ്രായപരിധിയിൽ ഇളവ് നൽകി വൃന്ദയെ ജനറൽ സെക്രട്ടറി ആക്കുക എന്നതായിരുന്നു അപ്പോഴും PBയിലെ പ്രബല വിഭാഗത്തിന്റെ താല്പര്യം. ഇതിനോട് എതിർപ്പുയരുന്നു എന്ന് മനസ്സിലാക്കിയാണ് എം.എ. ബേബിയിലേക്ക് പിന്നീട് ചർച്ചകൾ എത്തിയത്. പ്രായപരിധിയിൽ ആർക്കും ഇളവ് വേണ്ട എന്ന നിർദ്ദേശം ഇന്നലെ PBയിലും ബംഗാൾ നേതാക്കൾ ഉയർത്തി. കേരള ഘടകത്തിന്റെ പൂർണ്ണ പിന്തുണ തുടക്കത്തിൽ ബേബിക്ക് ഇല്ലായിരുന്നു. അശോക് ദാവ്ലയുടെ പേര് ദേശീയ തലത്തിൽ ശക്തമായ പശ്ചാത്തലത്തിലാണ് കേരള ഘടകം ബേബിക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്നലെ ചേർന്ന യോഗത്തിൽ ബേബി ജനറൽ സെക്രട്ടറി ആകണം എന്ന് പ്രകാശ് കാരാട്ടിന്റെ നിർദ്ദേശത്തോട് യോജിച്ചു. തമിഴ്നാട് ഘടകവും ബേബിയോട് എന്നാൽ 5 നേതാക്കളെങ്കിലും PBയിൽ വിയോജിപ്പ് അറിയിച്ചു. മുഹമ്മദ് സലീം, നിലോത്പൽ ബസു, രാമചന്ദ്ര ഡോം, സൂര്യകാന്ത മിശ്ര, തപൻസൻ എന്നിവരാണ് ബേബിയുടെ പേരിനെ എതിർത്തത്. അശോക് ദാവ്ലയും കൂടിയാകുമ്പോൾ 6 അംഗങ്ങളുടെ വിയോജിപ്പോടെയാണ് ബേബിയുടെ പേരിന് അംഗീകാരം നൽകിയത്. ഇതോടെ കേരള ഘടകവും ബേബിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ലഭിക്കാതിരുന്ന എം.എ. ബേബി CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് എത്തുകയാണ്. പിണറായി വിജയനുമായി നിന്നിരുന്ന ഭിന്നതകളെല്ലാം ഈ പിന്തുണയ്ക്കലോടെ ഇല്ലാതാകുകയാണ്. 2014 കൊല്ലം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെയാണ് ബേബിയും സംസ്ഥാന നേതൃത്വവും തമ്മിലുള്ള ഭിന്നത വർദ്ധിച്ചത്.